സുപ്രഭാതം. എല്ലാ കർത്തൃദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും വിശേഷാൽ ഈ യോഗത്തിന് കർത്താവിൻ്റെ ദാസയ്ക്കും എൻ്റെ വന്ദനം ഞാൻ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസി ഓർപ്പിച്ചതുപോലെ ഇത് നമ്മുടെ 42ാമത്തെ ധ്യാനമാണ്. ഈ 42ാമത്തെ ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പിൻ്റെ മെഡിറ്റേഷനാണ്. നമ്മളിപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 10ാം അധ്യായത്തിൽ ആണ് നമ്മളായിരിക്കുന്നത്. 10ാം അധ്യായത്തെക്കുറിച്ച് ഇതിനോടകം നിങ്ങൾക്കൊരു ധാരണയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 9ാം അധ്യായത്തിൽ 12 അപ്പോസ്തലന്മാരെ കർത്താവ് ശക്തിയും അധികാരവും കൊടുത്ത് ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതത്തെ പുറത്താക്കുവാനുമായിട്ട് കർത്താവ് അയക്കുന്നത് നമ്മൾ ഇതിനോടകം ചിന്തിച്ചതാണ്. 10ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 70 പേരെ കർത്താവ് നിയമിച്ച് ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനുമായിട്ട് അയക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരികയാണ്. ആ 70 ശിഷ്യന്മാരെ കുറിച്ച് വേറെ എങ്ങും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ മാത്രമേ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. ആദ്യത്തെ 12 വാക്യങ്ങളിൽ കർത്താവ് അവർക്ക് കൊടുക്കുന്ന നിയോഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇന്ന് സുവിശേഷ പ്രവർത്തനത്തിൽ ഉത്സാഹത്തോടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. ഈ 70 പേർക്ക് കർത്താവ് കൊടുക്കുന്ന ഈ ഇൻസ്ട്രക്ഷൻസ് 9ാം അധ്യായത്തിൽ 12 അപ്പോസ്തലന്മാർക്ക് കർത്താവ് കൊടുത്ത ഇൻസ്ട്രക്ഷനുമായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് അത് ചിന്തിക്കുവാൻ കഴിയും. വളരെ സിമിലറായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 13 മുതൽ 16 വരെയുള്ള വചനങ്ങളും നമ്മൾ ശ്രദ്ധിച്ചതാണ്. അവിടെ കർത്താവ് 3 പട്ടണങ്ങളെ നോക്കിക്കൊണ്ട് നിനക്ക് അയ്യോ കഷ്ടമെന്ന് പറയുന്ന വാക്കുകളാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കൊരേസിനെ, ബെത്സയിദെ, കഫർനഹൂമേ, നിനക്ക് അയ്യോ കഷ്ടം. കാരണം ഒരുപാട് പ്രവർത്തനങ്ങൾ കർത്താവ് അവിടെ ചെയ്തു. ധാരാളം പ്രസംഗങ്ങൾ അവിടെ പ്രസംഗിച്ചു. ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ ചെയ്തു. പക്ഷേ ആ പട്ടണക്കാര് കർത്താവിനെ തിരസ്കരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കഫർനഹൂമിൽ നിന്നൊക്കെ ചിലരൊക്കെ മാനസാന്തരപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഒരു നാടെന്ന നിലയിൽ കർത്താവിനെ അവര് റിജക്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് കർത്താവ് അവരെ നോക്കിക്കൊണ്ട് നിനക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്നത്. 10ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ നമ്മുടെ ധ്യാനത്തിൽ ശ്രദ്ധിച്ചതാണ്. അവിടെ നമ്മൾ കാണുന്നത് ഈ പ്രവർത്തനത്തിന് അയക്കപ്പെട്ട 70 ശിഷ്യന്മാർ മടങ്ങി വന്ന് അവര് ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കർത്താവിന് കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. എന്നാൽ പ്രാരംഭത്തിൽ ഇന്ന് ഞാൻ 17ാം വാക്യവും അതുപോലെ 20ാം വാക്യം 21ാം വാക്യത്തിൽ നിന്ന് ഒരു വിഷയം ഒന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് 21ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ 17 മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാം. അവര് മടങ്ങി വന്ന് പറഞ്ഞ അവരുടെ ആ സന്തോഷ പ്രകടനമാണ് നമ്മൾ കാണുന്നത്. ആ 70 പേര് സന്തോഷത്തോടെ മടങ്ങി വന്നു. അവിടെ ആ സന്തോഷം എന്നുള്ള വാക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. കർത്താവെ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ
ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. പിന്നെയും ആ വാക്ക് നമ്മൾ കാണാൻ കഴിയും, സന്തോഷിപ്പീൻ. 17-ാം വാക്യത്തിൽ സന്തോഷത്തോടെ, 20-ാം വാക്യത്തിൽ സന്തോഷിപ്പീൻ. 21-ാം വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാനത്തിനെടുക്കുന്നത്. എന്നാൽ ഈ സന്തോഷം എന്ന വാക്ക് 21-ലും അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിപ്പാനായിട്ട് ഞാൻ ദൈവസ്നേഹത്തിൽ ആവശ്യപ്പെടുകയാണ്. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്, അവിടെ ആനന്ദിച്ച് പറഞ്ഞത് എന്ന ഒരു വാക്കാണ്. ബാക്കി ഞാൻ പിന്നീട് വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ 17-ാം വാക്യത്തിലാണ് ആദ്യത്തെ ഈ സന്തോഷ പ്രകടനത്തിൻ്റെ 3 സന്തോഷ പ്രകടനമുള്ളതിലെ ആദ്യം അവിടെയാണ് നമ്മൾ കാണുന്നത്. ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന ഒരു അനുഭവത്തിൽ നിന്ന് ദൈവം അവരെ ഉപയോഗിച്ചു. 70 പേരെ ദൈവം അവരിലൂടെ സാത്താന്റെ മേലുള്ള വലിയ ജയം തന്നത് അവര് അത് മനസ്സിലാക്കി സന്തോഷിക്കുന്ന ഒരു അനുഭവമാണ്. ശരിക്കും ദൈവകേന്ദ്രിതമായ ഒരു സന്തോഷമാണ്. അവർക്ക് അവരുടെ ശക്തി കൊണ്ടൊന്നും ഭൂതത്തെ പുറത്താക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി യേശുക്രിസ്തുവിൻ്റെ നാമത്താലാണ് അവർ ഭൂതത്തെ പുറത്താക്കിയതെന്ന് ബോധ്യമായി അവർ സന്തോഷിക്കുകയാണ്. കാരണം കർത്താവിന് മാത്രമേ ഈ ശത്രു സേനയുടെ മേൽ അധികാരമുള്ളൂ. ആ അധികാരവും ശക്തിയും ഇവർക്ക് കൈമാറ്റപ്പെട്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിലുള്ള അധികാരം അവർ ജയകരമായി എക്സർസൈസ് ചെയ്ത നിമിത്തമാണ്, ആ ശുശ്രൂഷയിലെ ഒരു വലിയ സക്സസ് നിമിത്തം ദേ ആർ ജോയ്ഫുൾ. അതാണ് അവിടുത്തെ ജോയ്. 20-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞതിൽ സന്തോഷിക്കരുത് എന്ന അർത്ഥത്തിലല്ല, അതിനേക്കാൾ വലിയ ഒരു ജോയ് ഉണ്ട്. അതാണ് 20-ാം വാക്യത്തിൽ ഞാൻ വായിച്ചത്. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. സുവിശേഷം അവർക്ക് മനസ്സിലായി, അവരുടെ പേര് സ്വർഗത്തിൽ, അതായത് ജീവന്റെ പുസ്തകത്തിൽ അവരുടെയും പേരുണ്ട്. പ്രൈമറി ജോയ് എന്ന് പറയുന്നത് ദൈവവുമായിട്ട് യേശുക്രിസ്തുവിലൂടെ വ്യക്തിപരമായ ബന്ധം ഉണ്ട് എന്നതിലാണ്. മറ്റേ ജോയ് തീർച്ചയായിട്ടും ശക്തമായി ദൈവം അവരെ ഉപയോഗിച്ചു, ദൈവരാജ്യം പ്രസംഗിച്ചു, രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടുപോയി. ഇതിലൊക്കെ സന്തോഷമുണ്ടെങ്കിലും അതിനേക്കാൾ വലിയൊരു സന്തോഷം ഉണ്ട്. ഇത് കർത്താവിൻ്റെ ആ വാക്കുകൾ ശിഷ്യത്വ പാഠം പഠിക്കുന്ന യേശുവിൻ്റെ അനുയായികളായി നടക്കുവാനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഇത് മനസ്സിലാക്കണം. ഏറ്റവും വലിയ ജോയ് that we have a real, true, genuine relationship with God the Father through Jesus Christ. ഈ രക്ഷയുടെ പദ്ധതി മുഴുവനും ഒരുക്കിയിരിക്കുന്നത് പിതാവാം ദൈവമാണ്. അവൻ മുഖാന്തരമാണ് സകലതും. അവിടുന്ന് ക്രിസ്തുവേശുവിലൂടെ പാപികളായിരുന്ന നമ്മെ പിതാവാം ദൈവത്തോട് അനുരഞ്ജനപ്പെടുത്തുകയാണ്. അതാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷം തരേണ്ടത്. തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓരോ മേഖലകളിൽ ഉപയോഗിക്കുന്നു. അതോർത്ത് നമ്മൾ സ്തോത്രം ചെയ്യണം. ഇതിനൊന്നും വാസ്തവത്തിൽ ഒരു യോഗ്യതയുമില്ലായിരുന്ന നമ്മൾ, പാട്ടുപാടാൻ ചിലർക്ക് കൃപ, പ്രസംഗിക്കാൻ ചിലർക്ക് കൃപ, പ്രവചന വരത്താൽ ചിലരെ നിറച്ചിരിക്കുന്ന, രോഗശാന്തികളുടെ വരത്താൽ നിറച്ചിരിക്കുന്നു, വെളിപ്പാടിൻ്റെ വരത്താൽ നിറച്ചിരിക്കുന്നു, അതുപോലെ ഡിസേണിങ് ചിലർക്ക് കൊടുത്തിരിക്കുന്നു, ഭാഷാ വരങ്ങൾ, അത് വ്യാഖ്യാനിക്കാനുള്ള വരം എന്ന് വേണ്ട, ഇതെല്ലാം ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. ആൻഡ്
നമുക്കതിൽ സന്തോഷമുണ്ട്. ദൈവം നമ്മളെ ഉപയോഗിക്കുന്നല്ലോ. താഴ്മയോടെ ദൈവസന്നിധിയിൽ നമ്മൾ സന്തോഷിക്കുന്നു. പക്ഷെ ഇതിനെല്ലാം കാരണഭൂതൻ ദൈവമാണ്. നമ്മളിൽ തന്നെ ഇൻഹറൻ്റായി ഒരു പവറോ യോഗ്യതയോ ഒന്നുമില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളത് ദിവസവും ചിന്തിക്കുന്നതും നല്ലതാണ്. അറിയാതെ പോലും നമ്മളിൽ ഒരു നിഗളഭാവം ആരിലും വരാതെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ രണ്ട് സന്തോഷത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഈ രണ്ട് വാക്കുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു വാക്കാണ് 21 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അതിന് ഹി റിജോയ്സ്ഡ് ഗ്രേറ്റ്ലി എന്നൊരു പ്രയോഗം NASB ട്രാൻസ്ലേഷനിലുണ്ട്. NIV ഫുൾ ഓഫ് ജോയ് ത്രൂ ദ ഹോളി സ്പിരിറ്റ് എന്നുമുണ്ട്. ഞാൻ മലയാളത്തിൽ അത് വായിക്കാം. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്, അതാണ് ആ വാക്ക്, ആനന്ദിച്ച് പറയുക. ആ നാഴികയിൽ എന്നൊരു പദപ്രയോഗമുണ്ട്, ഞാനത് പിന്നീട് പറയാം. അപ്പൊ ഇവിടെ സന്തോഷത്തിന് എഴുതിയിരിക്കുന്ന പദപ്രയോഗം വളരെ വ്യത്യസ്തമായ ഒരു പദപ്രയോഗമാണ്. ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ട നിമിത്തം അവർക്ക് സന്തോഷമുണ്ടായി, പക്ഷെ കർത്താവ് അവരെ തിരുത്തുന്നു. അതിനേക്കാൾ വലിയ സന്തോഷമാണ് സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയത് കൊണ്ട്. എന്നാൽ ഇവിടെ കർത്താവിൻ്റെ ആ റിജോയ്സിങ്, അവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക, അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്. കർത്താവിനെ അനുഗമിക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാരും മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിൽ ഒരു സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് ഭൗതിക ഏതാണ്ട് കാര്യങ്ങൾ കിട്ടിയത് കൊണ്ടുള്ള ഒരു സന്തോഷപ്രകടനമല്ല. ഞാൻ ആ സന്തോഷത്തിൻ്റെ അർത്ഥം ഞാൻ പറയാം. എന്നാൽ അതിനു മുമ്പ് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു, ഇംഗ്ലീഷിൽ റിജോയ്സ്ഡ് ഗ്രേറ്റ്ലി എന്നൊരു പ്രയോഗം, ഫുൾ ഓഫ് ജോയ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. ഇവിടെ മാത്രമേ കർത്താവ് ഇങ്ങനെ ആനന്ദിക്കുന്ന കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ യോഹന്നാൻ 15:11 17:13 ഒക്കെ കർത്താവിൻ്റെ സന്തോഷത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ മാത്രമേ ഹി റിജോയ്സ്ഡ് ഗ്രേറ്റ്ലി എന്ന് നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഇവിടെ ആത്മാവിലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ സന്തോഷം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രകടമായിരിക്കുന്ന ഒരു ആനന്ദമാണ്, സൂപ്പർ നാച്ചുറലാണ്. ദൈവമക്കളാകുന്ന നമ്മൾ ഇത് ശരിക്കും ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യത്യസ്ത നിലകളിലാണ് പലരും മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് അനുകൂലമാകണമെന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ചാണ്. സംടൈംസ് ലൈഫ് ക്യാൻ ബി വെരി വെരി ഡിഫിക്കൾട്ട്. എല്ലാ വഴികളും അടഞ്ഞതുപോലൊക്കെ നമുക്കുള്ള അനുഭവങ്ങൾ നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. ഇത് ഒരാൾക്കോ 10 പേർക്കോ 100 പേർക്കോ അല്ല, ക്രിസ്തീയ ജീവിതം വാസ്തവമായിട്ട് നയിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഭൗതികമായ ഏതോ റിസോഴ്സസ് തുറന്നതുകൊണ്ടോ ഭൗതികമായ ഏതോ നേട്ടത്തിൽ നിന്നല്ല, ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആത്മാവിനാലുള്ള ആ ഗ്രേറ്റ് റിജോയ്സിങ് നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകാൻ ആത്മാവിൻ്റെ പ്രേരണയ്ക്കും നിയന്ത്രണത്തിനും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകാം. ഡിജക്റ്റഡായി, ഡിസ്കറേജ്ഡായി, സ്ട്രെസ്സിലായി, പിന്നെ എന്താ, അങ്ങ് വല്ലാത്ത ഒരു പരുവത്തിലായി ഒതുങ്ങി പിന്നെ മരുന്നെടുക്കേണ്ട കാര്യമില്ല. ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിനാൽ നിറയപ്പെടുക, സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ഒരു ദൈവകൃപ. പ്രൈസ് ദി ലോർഡ്. ഇനി ആ വാക്ക്
ആ റിജോയ്സ് ഗ്രേറ്റ്ലി, ഞാൻ അതിൻ്റെ ഗ്രീക്ക് വാക്കൊന്നും പറയുന്നില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്: ലീപ്പിംഗ് ഓർ ജമ്പിങ് ഫോർ ജോയ്. താങ്ങാൻ കഴിയാത്തതുപോലെ ആ ഉള്ളിൽ ആത്മാവിനാൽ പൊട്ടി പുറപ്പെട്ടിരിക്കുന്ന ആ ഭയങ്കര സന്തോഷം, സൂപ്പർ നാച്ചുറലി തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണമുള്ള ആത്മാവിൻ്റെ പ്രേരണ, തള്ളലുകൾ, നിയന്ത്രണങ്ങൾ, ആ അർത്ഥം വരുന്ന ഒരു വാക്കാണ് ലീപ് ഫോർ ജോയ് എന്ന് പറഞ്ഞാൽ ആ സന്തോഷത്തിൻ്റെ എക്സൈറ്റ്മെന്റ് നിമിത്തം, ആ കവിഞ്ഞൊഴുകുന്ന ആനന്ദ നിമിത്തം ചാട്ടി മറിഞ്ഞ് തുള്ളി ദൈവത്തിന് ആരാധന അർപ്പിക്കുക. വാ തുറക്കണം. കാരണം അവിടെ എഴുതിയിരിക്കുന്നതോടെ കണ്ടോ, പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞതെന്നാണ്. ആനന്ദിച്ച് വാ പൂട്ടിയിരിക്കുകയല്ല, ആനന്ദിച്ച് പറഞ്ഞത് ഞാൻ പിന്നീട് പറയാം. ഈ അനുഭവത്തിനായി വാസ്തവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയരെ. വാട്ട് ആൻ എക്സൈറ്റിംഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ, ഈ ലൂക്ക് ഇവിടെ ഉപയോഗിക്കുന്ന മൂലഭാഷയിലെ വാക്ക് മറ്റ് ജോയ് എന്ന് എവിടെയും എഴുതുന്ന വാക്കുകളെക്കാട്ടിലൊക്കെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു വാക്കാണ്. പ്രത്യേകിച്ച് ഈ പാസേജിൽ ഞാൻ 17-ാം വാക്യത്തിലും 20-ാം വാക്യത്തിലുമൊക്കെ സന്തോഷം എന്ന വാക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ, അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാക്കാണ്. അതിയായ ആനന്ദത്തെ പ്രകടിപ്പിക്കുന്ന വാക്കാണ്. അപ്പൊ ഇതിൻ്റെ വേറെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം, എന്നിട്ട് ഞാൻ 21-ലേക്ക് മടങ്ങി വരാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ഒരു വാക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിലേക്ക് ഞാൻ ഒന്ന് വരാം. 5-ാം അധ്യായത്തിൻ്റെ ആ ഗിരിപ്രഭാഷണമാണല്ലോ 1 മുതൽ നമ്മൾ കാണുന്നത് ബിയാറ്റിറ്റ്യൂഡ്സ് ആണ്. 10-ാം വാക്യം മുതൽ ഞാൻ വായിക്കുമ്പോഴേ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അത് ഞാനിപ്പോൾ വ്യാഖ്യാനിക്കാനൊന്നും നിൽക്കുന്നില്ല. ദൈവരാജ്യം ഇതാണ്. ഭാഗ്യവാൻ ആരാണ് എന്ന് അവിടെ ഉണ്ട്. ഇനി, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ, ലീപ് ഫോർ ജോയ്. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഇന്നത്തെ പ്രവാചകന്മാരെ കുറിച്ചല്ല കേട്ടോ. സത്യസന്ധമായി ദൈവാലോചന പറഞ്ഞ ബിബ്ലിക്കൽ പ്രോഫറ്റ്സിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഉപദ്രവിക്കപ്പെടുന്നവർ, പഴിക്കുകയും ഉപദ്രവിക്കുകയും സകല തിന്മയും കളവായി നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷിച്ച് ഉല്ലസിപ്പീൻ, ലിവ് ഫോർ ജോയ്. അതേ പദപ്രയോഗമാണ്. മറ്റൊന്ന് നിങ്ങൾക്കറിയാവുന്ന വാക്കാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 47-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. പിന്നെ യോഹന്നാൻ 8:56, അപ്പോസ്തല പ്രവൃത്തി 16:34, ഇവിടെയൊക്കെ നമുക്ക് ഈ പദപ്രയോഗം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപാകെ ഷെയർ ചെയ്യുന്ന അവൻ, കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു, എക്സീഡിങ് ജോയ്. സ്തോത്രം. അപ്പം നമ്മൾ ആത്മനിറവിൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ഞായറാഴ്ച രാവിലെ പാട്ടുപാടുമ്പോൾ കയ്യടിയിൽ മാത്രം ഒതുക്കരുത്.
അത് തെറ്റൊന്നുമല്ല, കൈയടിച്ച് പാട്ട് പാടണം, സന്തോഷിക്കുക. പക്ഷേ അവിടെ മാത്രം പരിമിതപ്പെടുത്തരുത്. ലുക്ക് അറ്റ് ദിസ് ജോയ്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ടുകൾ ഓർക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ അയവിറക്കുമ്പോൾ, സ്പിരിറ്റ് ഫിൽഡ് ജോയ് കർത്താവ് നമുക്ക് മാതൃകയായിരിക്കുന്നു. എന്നിട്ട് അവിടെ ഒരു പദപ്രയോഗം നോക്കി, അതിൻ്റെ തുടക്കത്തിൽ ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്. ആ നാഴികയിൽ. ഏത് നാഴിക? അതിൻ്റെ തൊട്ടു മുൻപുള്ള വാക്യങ്ങളിൽ ഈ അയക്കപ്പെട്ട 70 ശിഷ്യന്മാരും മടങ്ങി വന്നതാണ് സാഹചര്യം. ദൈവം അവരെ ഉപയോഗിച്ചു. മാത്രമല്ല, ദൈവരാജ്യം പ്രസംഗിച്ചു, രോഗികൾ സൗഖ്യമാക്കി, ഭൂതങ്ങൾ വിട്ടുപോയി. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ആളുകൾ സ്വീകരിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ കൃപയുടെ വ്യാപാരം അവരിലൂടെ അനേക ഇടത്തേക്ക് വ്യാപരിച്ചത് കർത്താവ് അവരിൽ നിന്ന് കേട്ട്, ഹി ഈസ് joyful, being joyful, rejoicing in the Holy Spirit. അതാണ് ആ നാഴികയിൽ അയക്കപ്പെട്ട ആളുകൾക്ക് സാത്താന്യ ശക്തികളുടെ മേൽ ഉണ്ടായ ജയം കർത്താവ് മനസ്സിലാക്കിക്കൊണ്ട് ആനന്ദിക്കുകയാണ്. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും പിശാചിന്റെ പിടിയിൽ നിന്നും ആത്മാക്കൾ വിടിവിക്കപ്പെടുന്നത് കേട്ടുകൊണ്ട് ആത്മാവിലുള്ള ആനന്ദം. അല്ല സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇങ്ങനെ ആനന്ദം വന്നിട്ടുണ്ടോ? ഞാൻ സുവിശേഷം പറഞ്ഞു, ഒരാൾ രക്ഷിക്കപ്പെട്ടു, അപ്പോൾ ആത്മാവിലുള്ള ആ എക്സൈറ്റ്മെന്റും ആനന്ദവും, being joyful in the presence of God. ആളുകൾക്കും, why did you get a car? Did you buy a house? No. സാത്താന്റെ പൂണിയിൽ കിടന്ന ഒരാത്മാവ് രക്ഷപ്പെട്ടു. And God used me, rejoicing in that. പേഴ്സണൽ ഇവാഞ്ചലിസം ആകട്ടെ, ഓപ്പൺ എയർ മീറ്റിംഗ് ആകട്ടെ, ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ ആകട്ടെ, കൺവെൻഷനുകളിലാകട്ടെ, ദൈവം നിങ്ങളെ ഉപയോഗിക്കുമ്പോഴോ, ഞങ്ങളുടെ കൂട്ടു സഹോദരി സഹോദരന്മാരെ ഉപയോഗിക്കുമ്പോഴോ, ആ ആത്മീക വിടുതൽ, അതിൻ്റെ ആഴം മനസ്സിലായിക്കൊണ്ട് ആത്മാവിൽ ആനന്ദിക്കുക. പ്രൈസ് ഗോഡ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ചർച്ചില് അക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടതാകട്ടെ, ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാളാകട്ടെ, ചർച്ചിൽ ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ ആത്മാവിലെ ആനന്ദം. this person, I have been praying for this person and here is this person with his family. What a joy. അതോ അതിന് പകരം യോഗം കഴിഞ്ഞിട്ട് സ്കാനിങ് റിപ്പോർട്ടാണോ? എവിടുന്നാ വരുന്നത്, പേരെന്താണ്, നാട്ടിലെവിടാണ് വീട്, ഇപ്പൊ പിള്ളേരെന്ത് ചെയ്യുന്നു, നിങ്ങൾ ഇവിടെ വരാൻ കാരണം എന്താണ്, ചുമ്മാതെ വന്നേ ഉള്ളൂ, മെമ്പർഷിപ്പ് എടുക്കുമോ? ഇതുപോലുള്ള 100 കാര്യം ചോദിക്കുമ്പോൾ അവരോർക്കിടെ ഇനി ഇങ്ങോട്ട് വരരുത്, അല്ലേ? അപ്പം നിങ്ങളുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉള്ള അതേ റിയാക്ഷൻസ് ആണ് അവിടെ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കി പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. Being so joyful because people are delivered from the clutches of the enemy. അല്ലാതെ നമുക്ക് മറ്റൊരു അജണ്ടയില്ല. ചർച്ചകളിൽ ഇങ്ങനെ ആള് വരട്ടെ. We are being joyful. അതുപോലെ നമ്മുടെ മിനിസ്ട്രിയിൽ കർത്താവ് നമുക്ക് ഫ്രൂട്ട് തരുമ്പോൾ, അല്ല, നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ, മേ ബി യുവർ ലോക്കൽ പാസ്റ്റർ, he preached very well in the convention and people were transformed. എന്തൊരു ആനന്ദം അല്ലേ? സ്തോത്രം. We are all part of the same team. ദൈവം ആരെയും ഉപയോഗിക്കുമ്പോൾ അതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അല്ല, നിങ്ങൾ ചില ഇടങ്ങളിൽ മിഷൻസ് പ്രവർത്തനങ്ങൾക്ക് പോയി, and the demons were cast out and people came to the Lord. എന്തോ എക്സൈറ്റ്മെന്റ് ആണ് വരേണ്ടത്. ഒരുപക്ഷെ നിങ്ങൾ പോയില്ല, you supported that മിഷൻ വർക്ക്. നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടി, ഒരു 50 പേർ 100 പേർ അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവർ ആ സഭയോട് ചേർന്നു. എക്സൈറ്റ്മെന്റ് ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആ നാഴികയിൽ
കാരണം ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാരമുണ്ടായി. അവരുടെ ശുശ്രൂഷ വളരെ എഫക്റ്റീവായിരുന്നു. ഇതുപോലെ ഉള്ള അനുഭവങ്ങളാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരായ നമ്മളിലും ഉണ്ടാകേണ്ടത്. എന്നിട്ട് കർത്താവ് എന്താണ് അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്? ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്. അപ്പൊ ആത്മാവിലുള്ള ആനന്ദത്തെ പ്രകടിപ്പിക്കുകയാണ്. പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളോവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. ആനന്ദിച്ച് പറഞ്ഞ കാര്യം സൂക്ഷ്മമായി ഒന്ന് നോക്കുക. ഒന്നാമത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളോവേ. ഇവിടെ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ അതിലേക്ക് വരാം. ഡിഡ് യു സീ ദ ട്രിനിറ്റി, ദ ട്രയൂൺ ഗോഡ് ഇൻ ദിസ് വേഴ്സ്? പുത്രൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് ഫാദർ, അല്ലേ? ആ വേഴ്സിൽ തന്നെ ആ ട്രിനിറ്റി നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് അവിടുന്ന് പറയുന്നത് സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ. ഈ ഒരു പ്രയോഗം പാരമ്പര്യമായി യഹൂദന്മാർ ഏക സത്യ ദൈവത്തിന് കൊടുത്ത ഒരു ടൈറ്റിലാണ്. അവരിങ്ങനെയാണ് വിളിക്കാറുള്ളത്. ബൈബിളിൽ ഒത്തിരി തെളിവുകളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ തന്നെ 19-ാം വാക്യത്തിലും 23-ാം വാക്യത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. 23-ാം വാക്യത്തിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ഇതുപോലെ തന്നെ എസ്രയുടെ പുസ്തകം 5-ാം അധ്യായം 11-ാം വാക്യം, യെശയ്യാ പ്രവചനം 66:1. He was full of the Holy Spirit and he was rejoicing greatly in the Spirit. എന്നിട്ട് ഫാദറിൻ്റെ ആ ടൈറ്റിൽ പറയുന്നതാണ് നമ്മൾ കാണുന്നത്. പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ. ഇനി കേൾക്കണം, നീ ഇവ. അപ്പൊ കുറെ കാര്യങ്ങൾ. നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ ഇവ. എന്താണ് ഈ ജ്ഞാനികൾക്കും ഒക്കെ മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നത്? ദീസ് തിങ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നീ ഇവ. അപ്പൊ അത് ആ സാഹചര്യം, ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് 17-18 വാക്യത്തിൽ ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ദൈവരാജ്യം വെളിപ്പെടുന്നു, സാത്താന്റെ രാജ്യത്തിന് ക്ഷതം സംഭവിക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. സുവിശേഷം പടരുന്നു, 70 പേർ പ്രയോജനപ്പെടുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് കർത്താവ് വെളിപ്പെടുത്തുന്നു. ദൈവശക്തിയുടെ വ്യാപാരം പണ്ഡിതന്മാർക്ക് പലർക്കും കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല. കർത്താവായ യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കി ശക്തിയോടെ ദൈവരാജ്യം പ്രസംഗിച്ചു. ആ ശുശ്രൂഷയുടെ തനി ആവർത്തിയാണ് 12 അപ്പോസ്തലന്മാരിലും 70 ശിഷ്യന്മാരിലും കാണുന്നത്.
ആ കാലഘട്ടത്തിൽ വളരെ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു. മത നേതൃത്വത്തിൽപ്പെട്ടവരും ന്യായപ്രമാണമൊക്കെ വായിക്കുന്നവരും പഠിക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് മറഞ്ഞിരുന്ന കുറെ കാര്യങ്ങൾ ഇവിടെ വെളിപ്പെടുന്നു. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറഞ്ഞിരിക്കുകയാണ്. ശിശുക്കൾ, ഈ 70 പേര് ശിശുക്കളാണ്. ഇവർക്ക് പറയാൻ വലിയ പൊങ്ങച്ചൊന്നുമില്ല. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നു. സ്തോത്രം. ഇത് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും, യേശുക്രിസ്തുവിന്റെ ദൈവത്വം, യേശു മശിഹയാണ്, യേശുവിലൂടെയുള്ള അത്ഭുതങ്ങൾ, അതുപോലെ സുവിശേഷം, ദൈവരാജ്യം, കർത്താവിൻ്റെ ജീവിതം, ശുശ്രൂഷ, ദൗത്യം, ഇത് മുഴുവനും എന്താണ് ആ കാലഘട്ടത്തിലെ ജ്ഞാനികൾക്ക് മനസ്സിലാകാഞ്ഞത്? മശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നവരുടെ മുൻപിൽ യേശു പ്രത്യക്ഷനായപ്പോൾ അവർ പറയാണ്, ബെയൽസെബൂബിനെ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ജ്ഞാനികൾക്കിതെല്ലാം മറഞ്ഞിരിക്കുകയാണ്. ഇതൊരു ഭയങ്കര വാർണിംഗ് ആണ് പ്രിയരെ. ഞാനത് അല്പം കഴിയുമ്പോൾ ഞാനത് വിശദീകരിക്കാം. 22, 23, 24 വാക്യം കൂടെ വായിക്കണം. ഇതൊക്കെയും എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ എന്ന നിലയിൽ പിതാവാം ദൈവവും പുത്രനുമായിട്ടുള്ള വിശേഷമായ ആ ഒരു ബന്ധം, ദൈവത്തോടുള്ള ബന്ധത്തിൽ പുത്രന്റെ ആ ഒരു സ്റ്റേറ്റസ്, ഇതെല്ലാം 22 വാക്യത്തിലും 23, 24 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് വായിക്കാം. കാലഘട്ടത്തിലെ ജ്ഞാനികൾക്കും വിവേകികൾക്കും അത് മറഞ്ഞിരുന്നു. ജീസസ് അവരുടെ മുൻപിൽ നിൽക്കുക. They just cannot understand. They are blind to the truth that this was their Messiah. ആർക്കാണിത് വെളിപ്പെട്ടത്? ശിശുക്കൾക്ക്. ഇത് ഇന്നും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ പറയാം, അത് ഈ വാക്യം വായിക്കാം. എൻ്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവൻ എന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവനെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നതുമില്ല. അപ്പൊ യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന നിലയിൽ യേശുവിൻ്റെ ആ സ്ഥാനം ശിശുക്കൾക്ക് വെളിപ്പെട്ടു. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറന്നിരുന്നു. 23, 24 വാക്യം. പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ്, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത് എന്ന് പറഞ്ഞാൽ, ശിഷ്യന്മാരും ദൈവവും ആയിട്ടുള്ള ബന്ധം, ക്രിസ്തുവിലൂടെ പിതാവാം ദൈവവുമായിട്ട് ശിഷ്യന്മാർക്കുള്ള ആ ബന്ധം, ആ ബന്ധത്തിന്റെ ആഴം, ഇത് ശിശുക്കൾക്ക് മനസ്സിലായി. ജ്ഞാനികൾക്കത് മറഞ്ഞിരുന്നു. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. So many people are blind. എത്ര വലിയ പ്രിവിലേജ് ആണ് ശിഷ്യന്മാർക്ക് യേശുക്രിസ്തുവിലൂടെ ദൈവവുമായിട്ടുള്ള ആ ബന്ധം. പക്ഷെ ആ കാലഘട്ടത്തിലെ ജ്ഞാനികൾക്ക് ഇത് മറഞ്ഞിരുന്നു. ഈ ജ്ഞാനികളും വിവേകികളും ആരാണ്? അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബിബ്ലിക്കൽ ട്രൂത്ത്സ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഭയങ്കര ജ്ഞാനം കൊണ്ടാണ്. യു വിൽ നെവർ അണ്ടർസ്റ്റാൻഡ് സ്പിരിച്വൽ ബിബ്ലിക്കൽ ട്രൂത്ത്സ് about God, about Jesus through your wisdom.
നമ്മുടെ ആ ജ്ഞാനം കൊണ്ടോ വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടോ ആനലൈസ് ചെയ്ത് തലമുടി നാലായി കീറുന്നത് പോലെ ഒന്നും ആർക്കും മനസ്സിലാകത്തില്ല. ശിശുക്കൾ, ദ ഹംബിൾ ഇൻ ഹാർട്ട്, കർത്താവെ മനസ്സിലാക്കി തരണം. ശരിക്കും ആ വാക്ക് ജ്ഞാനികൾക്ക് വിവേകികൾക്ക് മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ട്രൂത്ത്സ് ആർ റിവീൽഡ്. വെളിപ്പാടിനാലേ മനസ്സിലാകത്തുള്ളൂ. യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മളിങ്ങനെ ഭയങ്കര അവർ പറയുന്നത് കേട്ടു, ഇവർ പറയുന്നത് കേട്ടു. ഒരുപാട് ചെറുപ്പക്കാർക്ക് പറ്റിയിരിക്കുന്നത് ഇവിടെ നാട്ടിലൊക്കെ എത്തിസ്റ്റുകൾ പറയുന്നു, ഭയങ്കര ജ്ഞാനം പറയുന്നു, അത് കേൾക്കുന്നു. പിന്നെ ആരാണ്ട് വേറെ അത് കേൾക്കുന്നു. യു വിൽ നെവർ അണ്ടർസ്റ്റാൻഡ് സ്പിരിച്വൽ ട്രൂത്ത്സ്. അപ്പച്ച അറിഞ്ഞുകൂടാ, മനസ്സിലാക്കി തരണമെന്ന് പറയുമ്പോൾ ഈ ഹൃദയത്തിന് തിമിരമുണ്ട്, ഈ ഉൾക്കണ്ണിനെ തിമിരമുണ്ട്. അത് ഹോളി സ്പിരിറ്റ് ലിഡ് ഈ ഇങ്ങനെ നമ്മൾ ചിലത് അടയ്ക്കത്തില്ലേ, ഈ അടച്ചതൊന്ന് തുറക്കുന്നത് പോലെ തുറക്കുമ്പോഴാണ് നമ്മൾ കാണും, കാര്യങ്ങൾ കാണും. അല്ല, നമ്മുടെ പലരുടെയും ജീവിതം അതല്ലേ? എത്ര സുവിശേഷം കേട്ടതാണ്. പെന്തക്കോസുകാരെ കളിയാക്കിയും പ്രസംഗികളെ കളിയാക്കിയും എന്തെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളത്തിൽ ആഗ്രഹിച്ച് കാണും. ആഗ്രഹം കൊണ്ടായിരിക്കും. എവിടെയോ എപ്പോഴോ ഇൻ എ മോമെന്റ് ദ സ്പിരിറ്റ് വർക്ക് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. അകത്തൊരു ശസ്ത്രക്രിയ നടന്ന് കാണാൻ. ഐ വാസ് ബ്ലൈൻഡ് വൺസ് ബട്ട് നൗ ഐ സീ. ഇത് ജ്ഞാനത്താൽ നടക്കത്തില്ല. ജ്ഞാനത്താൽ ഇതാണ് ഒരുപാട് അച്ചാച്ചന്മാർക്കും അമ്മാമ്മമാർക്കും പറ്റുന്നത്. ആ കാലഘട്ടത്തിലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലം, ശുശ്രൂഷ കാലത്തെ പണ്ഡിതന്മാരാരായിരുന്നു? ദ സ്ക്രൈബ്സ് ആൻഡ് ദ ഫാരിസീസ്. ഈ ഫാരിസീസ് സ്ക്രൈബ്സ്, നമുക്ക് ഫരീസയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്താ, നമ്മളവരെ ഒരു മോശപ്പെട്ട നിലയിലാണ് കാണുന്നത്. കുഴപ്പമൊന്നുമില്ല, കർത്താവ് അവരെ ശാസിച്ചിട്ടുണ്ട്. നമ്മൾ ആ വേദഭാഗങ്ങളൊക്കെ നമുക്കറിയാം. മാത്യു 23 പോലുള്ള ആ വേദഭാഗങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ ഈ ഫരീസയരൊക്കെ ആരാണ് ആക്ച്വലി? ന്യായപ്രമാണത്തിന്റെ മോശയിക പഞ്ചഗ്രന്ഥത്തിലെ മേജർ പോർഷൻസ് മനഃപ്പാടമാക്കിയവരാണ്. സ്ക്രൈബ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചുരുളിൽ നിന്ന് മറ്റേ ചുരുളിലേക്ക് ന്യായപ്രമാണം കോപ്പി ചെയ്യുന്നവരും ആ നിലയിൽ ആ പരിചയമുള്ളത് കൊണ്ട് പിൻകാലങ്ങളിൽ സ്കോളേഴ്സായി ആളുകൾ ഇവരോടാ വന്ന് ഡൗട്ടുകൾ ചോദിക്കുന്നത്. ദേ കുഡിന്റ് അണ്ടർസ്റ്റാൻഡ് ജീസസ്. ഇത് എന്തൊരു ഭയാനകമാണ്. നിങ്ങൾ നോക്കിക്കേ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വലിയൊരു പണ്ഡിതനാ നിക്കോദിമോസ് വന്ന് കർത്താവിന്റെ മുൻപിൽ നിൽക്കുന്നത്. അദ്ദേഹം ഒരു ചെറിയ ആളല്ല. 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പറയുന്നത് യെരുശലേമിലെ ടീച്ചറാണ് അദ്ദേഹം. വലിയ പ്രഭാഷണം നടത്തുന്നയാളാണ്. സെനദ്രി സംഘത്തിലെ ഒരാളാണ്. വിദ്യാസമ്പന്നനാണ്. ഭയങ്കര പണക്കാരനാണെന്നാണ് ചരിത്രം പറയുന്നത്. ഈ മനുഷ്യൻ കർത്താവിന്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു അവിശ്വാസിയോട് ഇടപെടുന്ന പോലാണ് കർത്താവിനോട് സംസാരിക്കുന്നത്. കർത്താവ് ആക്ച്വലി പറയുന്നത്, പുതുതായിട്ട് ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം നീ കാണത്തില്ലെന്നും പ്രവേശിക്കത്തില്ലെന്നും. ആരാണ് ഈ ജ്ഞാനികൾ? കർത്താവ് എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നിക്കോദിമോസ്, നിനക്കിത് അറിയത്തില്ലയോ? 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ കർത്താവ് പുതിയ ജന്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവനിത് അറിയേണ്ടിയിരുന്നു, പക്ഷെ പണ്ഡിതൻ അറിയത്തില്ല. ഒരുപാട് പണ്ഡിതന്മാരോട് അടുക്കുമ്പോഴേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. അറിയേണ്ട വണ്ണം കർത്താവിനെ അറിയത്തില്ല. ബൈബിള് തെറ്റായി തെളിയിക്കാൻ ശ്രമിക്കുക, വാക്യങ്ങളെ മിസ്കോട്ട് ചെയ്യുക, ദുർവ്യാഖ്യാനം ചെയ്ത് മറ്റെന്തൊക്കെയോ പരിപാടിക്ക് പോവാ. എൻ്റെ സഹോദരി സഹോദരന്മാരെ, യു വിൽ നെവർ അണ്ടർസ്റ്റാൻഡ് ജീസസ്. ഏതോ സംഭവമാണ്, എനിക്ക് 3 PhD ഉണ്ട്, ഇതൊക്കെ പോക്കറ്റ് വെച്ചിട്ട് തന്നെത്താൻ താഴ്ത്തി വന്ന് ശിശുക്കളെ പോലെ തിരിഞ്ഞില്ല എങ്കിൽ we will never understand biblical truth. Biblical truth revelation ആണ്. നമ്മുടെ ഉള്ളത്തിൽ ദൈവാത്മാവിനാൽ
എഴുതപ്പെട്ട ആത്മാവ് എഴുതിയ വചനത്തെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ പ്രകാശനം ചെയ്യുകയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം പഠിത്തം വേണ്ട എന്നല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കരുത് എന്നല്ല പറഞ്ഞത്. വെളിപ്പെട്ട് കിട്ടിയ കാര്യം, പ്രചോദനം കിട്ടിയ കാര്യങ്ങളെ തീർച്ചയായിട്ടും അതിനെ നോക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം. പക്ഷേ ജ്ഞാനത്തിലല്ല, ബുദ്ധിയിലല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ജ്ഞാനികൾക്കും വിവേകികൾക്കും, അടുത്ത വാക്കെന്താ? മറച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളോട് പറയാം. മനഃപൂർവ്വം മറച്ചു. നീ ഇത് കാണണ്ട. ഭയങ്കരമല്ലേ ഇത്? ലെറ്റ്സ് ഹംബിൾ ourselves, my dear brothers and sisters. Let's humble. Why are many of our people not understanding spiritual truths? ഞാൻ സിമ്പിൾ കാര്യം പറയാം. ആദ്യം മാനസാന്തരം, രക്ഷയൊക്കെയാണ് വേണ്ടത്. പിന്നീട് നമ്മൾ പറയുന്നു സ്നാനപ്പെടണം ബ്രദറെ, സിസ്റ്ററെ, സ്നാനം. മനസ്സിലാവുന്നില്ല. പ്രസിഡന്റ് അടുത്ത തീരുമാനം ഏതാ എടുക്കാൻ പോകുന്നത്, അത് വേണേ വിശകലനം ചെയ്ത് പറയാനുള്ള ജ്ഞാനമാണ്. പക്ഷെ എന്താ മനസ്സിലാകുന്നില്ല. ഞാൻ വേറെ ചിലര് 80 വയസ്സായി, ഞാൻ ഗ്രീക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. യു വിൽ നെവർ അണ്ടർസ്റ്റാൻഡ്. ജ്ഞാനത്തിൽ ഇതിനെ എൻ്റെ ഭയങ്കര തലമണ്ടയാ പുള്ളിക്ക്, ഭയങ്കര പാടാ പറയാൻ. തലമണ്ട ഉള്ളതൊന്നും കുഴപ്പമല്ല. പൗലോസിന്, ഞാൻ വിശ്വസിക്കുന്ന പൗലോസിന് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ ബ്രില്യന്റ് മൈൻഡ് എന്നാ. പക്ഷെ അതിൻ്റെ വെളിച്ചത്തിലല്ല God revealed himself to Paul. 3 വർഷം അറേബ്യയിൽ പോയി സ്ക്രിപ്റ്റേഴ്സ്, അദ്ദേഹത്തിന് നേരത്തെ ന്യായപ്രമാണം അറിയാം, പക്ഷെ അതിലൂടെ ക്രിസ്തുവിനെ അദ്ദേഹം കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. മറച്ചു വെച്ചു ആത്മിക സത്യങ്ങളെ ദൈവം അത് കണ്ടുപിടിക്കാതെ വണ്ണം ഭയങ്കര ബുദ്ധിമാന്മാർക്ക് ദൈവം അത് മറച്ചു വെക്കുന്നു. ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട്, വൈസും ഇന്റലിജന്റ് ആളുകൾക്ക് മറച്ചു വെച്ച്, ശിശുക്കൾ, ഇൻഫൻസ് ഹു ട്രസ്റ്റ് ഇൻ ഗോഡ്, സ്വന്തമായിട്ട് അവർക്ക് അഭിപ്രായമില്ല, സ്വന്തമായിട്ട് വിശകലനം ചെയ്ത്, സ്വന്തമായിട്ടൊന്നും വിമർശനമൊന്നുമില്ല, അവർക്ക് ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അവർ സ്മാർട്ടല്ല, അവര് ദൈവത്തെ അവർക്ക് വേണം, ആ ആവശ്യകത അവർ തുറന്നു പറയുന്നവരാണ്. ബേബീസ്, ഇൻഫൻസ്, അവർക്ക് സ്വയമായിട്ടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ആന്തരികമായി പറയുന്നവർ, അവർക്കിത് വെളിപ്പെടുത്തുന്നു. ആ വെളിപ്പെടുത്തുന്നു എന്ന വാക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ കവേർഡായി കിടക്കുന്നതിൻ്റെ കവർ മാറ്റുക, അല്ലെങ്കിൽ അടച്ച ഒരു കുപ്പിയുടെ ആ ലിഡ് എടുത്തു മാറ്റുക, മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ പരസ്യമാക്കുക, വെളിയിൽ കൊണ്ടുവരിക, ബോധ്യമാക്കുക. ഇതാണ് ദൈവം അവിടുത്തെ ആത്മാവിൽ ചെയ്യുന്നത്. എന്നിട്ട് കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ആ 21 വാക്യം ആണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിലും ഭൂമിക്കും കർത്താവായുള്ളവയെ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഞാൻ നിന്നെ വാഴ്ത്തുന്നു. He is praising the Father. ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഓപ്പണായി, പബ്ലിക്കായി, ഈ 70 പേരുടെ കേൾവിയിൽ തന്നെ ആത്മാവിൻ്റെ പ്രചോദനത്തിൽ പരസ്യമായി പിതാവാം ദൈവത്തെ പ്രൈസ് ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്.
ഇത് വാസ്തവത്തില് ഈ 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലപ്പോഴും യോഹന്നാന്റെ സുവിശേഷം 17 കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. പിന്നെ കർത്താവ് അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി എന്നിട്ടൊക്കെ അങ്ങനെയുള്ള ചെറിയ പ്രാർത്ഥനകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന 21 മുതലുള്ള ഈ വാക്യങ്ങൾ 24 വരെ കർത്താവിൻ്റെ ഒരു പ്രാർത്ഥനയാണിത്. റിജോയ്സിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് പ്രൈസിങ് ദ ഫാദർ. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. എന്ത്? ഇങ്ങനെ നിനക്ക് പ്രസാദം. എന്ത് പ്രസാദം തോന്നി? ഈ ജ്ഞാനികൾക്ക്, വിവേകികൾക്ക് വിലയേറിയ രക്ഷണ്യ പ്രവൃത്തിയുടെ സത്യങ്ങളെ മറച്ചു വെച്ചിട്ട് സാധാരണയുള്ള ആളുകൾക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പൊ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ജ്ഞാനിയായി എനിക്ക് ഞാനൊരു വലിയ ജോലിക്കാരനാണ്, എൻ്റെ ആ പ്രാപ്തി കൊണ്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ കിങ്ഡം പ്രിൻസിപ്പിൾസ് ആൻഡ് ദ കിങ് ഓഫ് ദ കിങ്ഡം എന്നൊക്കെ ചിന്തിച്ചാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. ജ്ഞാനത്തിലല്ല, വെളിപ്പാടിനാൽ. സ്തോത്രം. എന്നിട്ട് 22 വാക്യം വായിക്കുകയാണ്. എൻ്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവനെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നതുമില്ല. എൻ്റെ പിതാവ് സകലവും എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. അല്പസമയം അതൊന്ന് ചിന്തിക്കുക. എൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആ ഫാദർ ആൻഡ് സൺ തമ്മിലുള്ള ബന്ധം, ഇൻഫാക്ട് യേശുക്രിസ്തുവിൻ്റെ ഡിവിനിറ്റിയെ അത് സൂചിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 18-ാം വാക്യത്തിലൊക്കെ നമുക്കറിയാം, ഇങ്ങനെയുള്ള പ്രയോഗത്തിലാണ് ആളുകൾ ഇടറിയത്. ഹി ഈസ് മേക്കിംഗ് ഹിംസെൽഫ് ഈക്വൽ ടു ദ ഫാദർ, ഈക്വൽ ടു ഗോഡ്. എൻ്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. സകലവും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, രക്ഷണ്യ പദ്ധതിയുടെ കാര്യങ്ങൾ മുഴുവനും, സകല കാര്യങ്ങളും. സകല കാര്യങ്ങളും പുത്രനാണ് ആ കാര്യങ്ങളെ നിർവഹിക്കുവാനായി ആത്മാവിൻ്റെ ശക്തിയോടെ പിതാവ് അനുവാദം കൊടുത്തിരിക്കുന്നത്. എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ഹാൻഡഡ് ഓവർ ടു മീ. ഒരുപാട് വാക്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും. മത്തായിയുടെ സുവിശേഷം 28-ന്റെ 18-ാം വാക്യത്തിൽ യേശു അടുത്തിയെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിതാവ് പുത്രന് എല്ലാം ഭരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ കോണ്ടെക്സ്റ്റില് ഈ രക്ഷണ്യ പ്രവൃത്തിയുടെ ഔട്ട് വർക്കിംഗ് പുത്രനിലൂടെയാണ് പിതാവ് ചെയ്യുന്നത്. അപ്പൊ കർത്താവ് ആത്മാവിൽ സന്തോഷിക്കുന്നത്, റിജോയ്സ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഈ പ്ലാനും അതുപോലെ ദൈവത്തിൻ്റെ ഈ വലിയ രക്ഷണ്യ പദ്ധതിയിൽ പുത്രന്റെ പങ്കുമോർത്തുകൊണ്ട് കർത്താവ് ആത്മാവിൽ റിജോയ്സ് ചെയ്യുന്ന അനുഭവമാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു വാക്യം യോഹന്നാൻ 3:35, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. യോഹന്നാൻ 5:22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവിടെ ഇത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു,
എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്നും ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. എവ്രിതിങ് ദ ഫാദർ ഹാസ് ഗിവൺ ടു ദ സൺ. യോഹന്നാൻ 13:3 പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ. എവ്രിതിങ് വാസ് ഹാൻഡഡ് ഓവർ ടു ദ സൺ. പുത്രൻ ഇന്നവൻ എന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. അടുത്തത്, പിതാവ് ഇന്നവൻ എന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നില്ല. യോഹന്നാൻ 1:18 നമ്മുടെ മനസ്സിൽ വരണം. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനാണ് പിതാവിനെ അറിയുന്നത്. പുത്രനായ ഏകജാതനായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. പുത്രൻ വെളിപ്പെടുത്തുന്നവർക്ക് മാത്രമേ പിതാവിനെ വാസ്തവത്തിൽ ഇൻറ്റിമേറ്റായിട്ട് അറിയുവാൻ കഴിയുകയുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാനാണ് താല്പര്യപ്പെടുന്നത്. ആ 23-24 വാക്യങ്ങളിലൂടെ വായിച്ച് ഞാൻ നിർത്താം. പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല. അവർ ഈ പ്രവചനദൂതുകൾ എഴുതുമ്പോഴും ഇതിൻ്റെ ആഴം പലർക്കും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഈ സാധാരണക്കാരായ ആളുകൾ ശിശുക്കളോട് പറയുക, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. പ്രിയമുള്ളവരെ, 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യം വായിച്ച് ഞാൻ നിർത്താം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻപിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി, തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചുമിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും ഉനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ 10-ാമത്തെ അധ്യായത്തിൽ ഈ 70 പേരെ അവർ തിരിച്ചു വന്ന് മിനിസ്ട്രി സക്സസ്ഫുൾ ആയിരുന്നു. അവർ റിപ്പോർട്ടൊക്കെ കർത്താവിന് കൊടുത്തു കഴിഞ്ഞ് കർത്താവിൻ്റെ ആ ആത്മാവിലുള്ള സന്തോഷവും പ്രാർത്ഥനയും നമ്മൾ അല്പമായിട്ടൊന്ന് ചിന്തിക്കുകയായിരുന്നു. പ്രിയരെ, സ്തോത്രം. He rejoiced greatly in the spirit because of the ministerial success of the disciples. Satan's kingdom was being destroyed. People were coming into the kingdom of God. അത് മാത്രമല്ല, ഈ രക്ഷണ്യ പ്രവൃത്തിയെക്കുറിച്ചും അവിടെ ഒരു വിവരണമുണ്ട്. ജ്ഞാനികൾക്കും വിവേകികൾക്കും ഈ വലിയ സാൽവേഷന്റെ ഗൗരവമേറിയ കാര്യങ്ങൾ മറഞ്ഞു കിടക്കുകയാണ്. ബിക്കോസ് ഓഫ് വിസ്ഡം അവർക്ക് തിമിരമായി തന്നെ മാറും. പക്ഷേ ശിശുക്കൾക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവം ഈ വചനത്താൽ
നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. താഴ്മയോടെ ദൈവവചനം അന്വേഷിക്കാൻ, കർത്താവിനെ അന്വേഷിക്കാൻ നമുക്കിടയായി തീരട്ടെ പ്രിയരെ. ഗോഡ് ബ്ലസ് യു.